കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ, കേരളത്തിൽ സ്ത്രീകളില്ലേ, മത്സ്യമില്ലേ? എന്തുട്ട്? ഹൈ, അപ്പൊ നീ അത് കണ്ടില്ലേ? ഇല്ല. ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയെ പറ്റി ചോദിച്ചപ്പോൾ നമ്മുടെ സുരേഷ് ഗോപി എം.പിയുടെ മറുപടിയാണിത്. പാവം, എയിംസ് വിഴുങ്ങാൻ പറ്റാത്തതിന്റെ സന്ത്രാസത്തിലായിരിക്കും. എയിംസ് വിഴുങ്ങിയതൊന്നുമല്ല. എയിംസിന് വേണ്ടി ഹർജികളും പരാതികളുമായി കേരളം ഓടി നടന്നതൊന്നും നമ്മുടെ എം.പി അറിഞ്ഞിട്ടില്ലാത്ര. ഒന്നും അത്ര തിട്ടല്ല. കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ, കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ, കേരളത്തിൽ സ്ത്രീകളില്ലേ? നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ, ബഡ്ജറ്റ് ചെക്ക് ചെയ്യൂ, പഠിക്കൂ. അവരാരോപിച്ചോട്ടെ. എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞ? കോഴിക്കോട് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നപ്പോൾ എന്താ പറഞ്ഞ? വന്നിരിക്കും, പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരട്ടെ, എന്നിട്ട് വരും. എത്ര എടുത്തിട്ടുണ്ട്? ആണോ? അത്രയാണോ വേണ്ടത്? ഇത് നോക്കണം കേട്ടോ. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ വിവിധ എയിംസുകളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഭൂവിസ്തൃതിയും പട്ടികയാക്കിയിരിക്കുകയാണ്. ഇതും അദ്ദേഹത്തിന് തിട്ടം കാണില്ലായിരിക്കും. അറിഞ്ഞാലും കാര്യം വേണ്ടപ്പാ. MP മാത്രല്ല, കേന്ദ്രമന്ത്രിമാരുണ്ട് 2. ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനം നിർമ്മിക്കാൻ 15,000 കോടി അനുവദിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഇല്ല, പറ. അത്രയും തുക വായ്പയായും ബോണ്ടായും ഒക്കെ സമാഹരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ പലിശരഹിത പിന്തുണയാണത്. അപ്പോ നമ്മുടെ ഈ കിഫ്ബിക്ക് നേരെ ഈടിയും പേടിയും ഒക്കെ ആയി ഓടുന്നതോ? അതാണ് വിവേചന രാഷ്ട്രീയ അന്യായ സംഹിത. പ്രതിപക്ഷം ഭരിക്കുന്ന 9 സംസ്ഥാനങ്ങളുണ്ട്. അവരോടൊക്കെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അവിടെ ചെറുപ്പക്കാരില്ലേ? അവിടെ സ്ത്രീകളില്ലേ? അവിടെ മത്സ്യങ്ങളില്ലേ? എന്നാ പിടിച്ചു തിന്നോ? അല്ലെങ്കിൽ ഈടി വരും, ഫണ്ട് വെട്ടും, കഴുത്തു മുറുക്കും, ജനജീവിതത്തെയും ശ്വാസം മുട്ടിക്കും.